നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുതിരാൻ ഇരട്ട തുരങ്കമുഖത്ത് മണ്ണിടിച്ചിൽ നിരീക്ഷണം തുടരുന്നതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളക്ടർ. കുതിരാനിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്ന് കെ രാജൻ MLA. തൃശൂർ ദിവാഞ്ചി മൂലയിൽ പുറമ്പോക്ക് ഭൂമിയിൽ നടന്നുവന്നിരുന്ന അനധികൃത നിർമ്മാണം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് കോർപ്പറേഷൻ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ നിർധന കുടുംബത്തെ ഉജ്ജീവൻ മൈക്രോ ഫിനാൻസ് പോലീസുകാരെത്തി രാത്രി തെരുവിലേക്ക് ഇറക്കിവിട്ടതായി പരാതി. മുണ്ടത്തിക്കോട് ഗാന്ധിനഗർ സ്വദേശി കുന്നത്തുള്ളി ദാസിനെയും കുടുംബത്തെയുമാണ് മഴയത്ത് തെരുവിലേക്ക് ഇറക്കിവിട്ടത്. ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂരിൽ ഇന്ന് യെല്ലോ അലർട്ട്. നെന്മണിക്കര മടവാക്കരയിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പല്ലാവൂർക്കട രാമചന്ദ്രന്റെ ഓടിട്ട വീടിന് മുകളിലേക്കാണ് തേക്കുമരം വീണത്. കുന്നംകുളം ബസ് അപകടത്തിനിടയാക്കിയ ഡ്രൈവർ സ്റ്റേഷനിൽ കീഴടങ്ങി. കേച്ചേരി സ്വദേശി അബ്ദുൾ സലാമാണ് ബസ് ഓടിച്ചിരുന്നത്. ബോധപൂർവമല്ലാത്ത നരഹത്യ, അശ്രദ്ധവും അമിത വേഗതയുമുള്ള ഡ്രൈവിംഗ് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഗുരുവായൂർ മമ്മിയൂരിൽ ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് മോഷണം. മമ്മിയൂർ നവ്യനഗറിൽ വരലക്ഷ്മി ദുർഗാപ്രസാദിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. സ്വർണ്ണവില സംസ്ഥാനത്ത് ഇന്നും കൂടി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് വില 13,740 രൂപയിലെത്തി. പവൻ വില 120 രൂപ വർദ്ധിച്ച് 1,09,920 രൂപയായി. ചിറക്കൽ കാട്ടാക്കമ്പൽ റോഡിലെ അശാസ്ത്രീയ കാന നിർമ്മാണം നാട്ടുകാരെ വലയ്ക്കുന്നു. റോഡിനേക്കാൾ ഉയർത്തി കാന നിർമ്മിച്ചതുമൂലം വാഹനങ്ങൾ വീട്ടിലേക്ക് കയറ്റാൻ കഴിയുന്നില്ലെന്ന് നാട്ടുകാർ. LDF സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന അനധികൃത കയ്യേറ്റങ്ങളും ക്രമക്കേടുകളും സമഗ്രമായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. DCC സെക്രട്ടറി K അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് ഓട്ടുപാറ വടക്കാഞ്ചേരി അത്താണി മേഖലയിലെ ഗതാഗത തിരക്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദന്റെ അധ്യക്ഷതയിൽ ട്രാഫിക് റെഗുലേറ്ററി യോഗം ചേർന്നു. ഈ മാസം 15 മുതൽ 31 വരെ ഗതാഗത ക്രമീകരണം താൽക്കാലികമായി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 9-ാം വാർഡ് വയോജന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക കഞ്ഞി വിതരണം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ആല ബ്രഹ്മശ്രീ കോരു ആശാൻ സ്മാരക വൈദിക സംഘത്തിന്റെ സ്ഥാപക ആചാര്യനായ തിലകൻ തന്ത്രികളുടെ 14ാമത് ശ്രാദ്ധത്തിന്റെ ഭാഗമായി ചതുർദശ ശ്രാദ്ധ സബര്യ ഞായറാഴ്ച നടക്കും. കാശിജന അഗാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദഭാരതി ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 1 ഡൽഹി രാംലീല മൈതാനിയിൽ CPI സംഘടിപ്പിക്കുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥം CPI കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച പദയാത്ര നടത്തും. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ER ജോഷി ക്യാപ്റ്റനും ലോക്കൽ കമ്മിറ്റി അംഗം ദിവ്യ അനീഷ് വൈസ് ക്യാപ്റ്റനും അസിസ്റ്റന്റ് സെക്രട്ടറി PK റഹീം ഡയറക്ടറുമാണ് പദയാത്ര സംഘടിപ്പിക്കുന്നത്. കേരള കർഷക സംഘം കുന്നത്തങ്ങാടി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. കർഷക സംഘം മണലൂർ ഏരിയ എക്സിക്യൂട്ടീവ് അംഗം ഓമന അശോകൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ പ്രദേശവാസികളെയും യാത്രക്കാരെയും ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ 2 മാസത്തിനിടെ തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ ജീവൻ നഷ്ടമായത് 5 പേർക്ക്. കുടുംബശ്രീ ജില്ലാ മിഷൻ സംഘടിപ്പിച്ച ജീവനം ക്യാമ്പയിൻ, സമ്പൂർണ്ണ ISO പ്രഖ്യാപനം എന്നിവയുടെ ജില്ലാതല ഉദ്ഘാടനം മാളയിൽ നടന്നു. മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ കൈത്തറി ദിനാചരണം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സംയുക്ത കർഷക തൊഴിലാളി ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച തൃശൂർ സ്പീഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധിക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനായി BJP പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മഞ്ജുളാലിന് മുന്നിൽ നിന്ന് നഗരസഭാ ഓഫീസിലേക്കായിരുന്നു ശയന പ്രദക്ഷിണം നടത്തിയത്.
മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ 30ാമത് ഗുരുദർശന പുരസ്കാരം കവി കെ സച്ചിദാനന്ദനെ സമർപ്പിക്കും. പുരസ്കാരം ഈ മാസം 28-ന് മേത്തലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി OJ ജനീഷ് സമ്മാനിക്കും. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കുള്ള നവമലയാളി പുരസ്കാരം ഡോക്ടർ MP പരമേശ്വരനും സംഘടനയ്ക്കുള്ള പുരസ്കാരം മതിലകം കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്കും നൽകും. ഞായറാഴ്ച സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന ചടങ്ങിൽ ഗതാഗത മന്ത്രി CP ജോൺ പുരസ്കാരദാനം നിർവഹിക്കും. ഒല്ലൂർ ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 15-ന് തുടങ്ങും. ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾ തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്യും. ജന്തർ മന്ദിറിൽ നീതിക്ക് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊലപ്പെടുത്തണമെന്ന RSS നേതാവിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.